ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. വി ഡി സതീശൻ വിചാരിച്ചാൽ NSSനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. NSS വിചാരിച്ചാൽ പലതും സാധിക്കും. മുഖ്യമന്ത്രിയെ കാണാൻ അനുമതി തേടിയിട്ടും NSSന് അനുമതി നൽകിയില്ല എന്ന് സുകുമാരൻ നായർ പ്രതികരിച്ചു. അഖിൽ കെ വിവരങ്ങളുമായി. അഖിൽ, എന്താണ് സുകുമാരൻ നായർ ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം? സ്മൃതി, ബജറ്റ് പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശനെ രൂക്ഷമായ ഭാഷയിൽ ഇപ്പോൾ എന്തായാലും NSS ജനറൽ സെക്രട്ടറി വിമർശിച്ചിരിക്കുന്നത്. അതായത് അഹങ്കാരിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഈ വിമർശനത്തിലേക്ക് നയിച്ച കാര്യം എന്ന് പറയുന്നത് 2 തവണ, അതായത് NSS ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ NSS 2 തവണ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി അനുമതിയിരുന്നു. പക്ഷേ ഇത് നൽകിയില്ല, മറ്റ് ചില കാര്യങ്ങൾ വേണ്ടി കാണാൻ അനുമതി നൽകിയില്ല. ഇതാണ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു വിമർശനത്തിലേക്കും രൂക്ഷമായ ഭാഷയിൽ വിമർശനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, നേരത്തെ മുതൽ തന്നെ NSS ജനറൽ സെക്രട്ടറിയും സതീശനുമായി വി ഡി സതീശനുമായിട്ടുള്ള ചില അസ്വാരസ്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ബാക്കി പത്രം എന്ന നിലയ്ക്കാണ്. എന്തായാലും രൂക്ഷമായ ഭാഷയിൽ വിമർശനം തന്നെയാണ് അദ്ദേഹത്തിനെതിരെ നടത്തിയിരിക്കുന്നത്. അഹങ്കാരിയാണ്. അതായത് NSSനെ സതീശൻ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും പക്ഷേ NSS വിചാരിച്ചാൽ പലതും ചെയ്യാൻ കഴിയുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുവേണ്ടി അംഗങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന ഒരു ആഹ്വാനം കൂടി എന്തായാലും ഈ പ്രസംഗത്തിൽ അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അഹങ്കാരി എന്ന പദമാണ് വി ഡി സതീശനെ അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്. രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം തന്നെയാണ് എന്തായാലും ബജറ്റ് പ്രസംഗത്തിൽ ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എന്തായാലും അതിലേക്ക് നയിച്ചത് അല്ലെങ്കിൽ അതിൽ അസ്വാരസ്യം അല്ലെങ്കിൽ അതിലൊരു അതൃപ്തിയിലേക്ക് എത്തിച്ചതെന്ന് പറയുന്നത് ഈ 2 തവണ ഈ മുഖ്യമന്ത്രിയെ കാണാൻ അനുമതി തേടുകയും പക്ഷേ അതിൽ അനുമതി നൽകാതിരുന്നു. അതായത് അദ്ദേഹം അത് എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു ആവശ്യത്തിന് വേണ്ടി മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കുമ്പോൾ അതിന് അനുമതി നൽകാതിരിക്കുന്നു. അത് തന്നെയാണ് എന്തായാലും ഇപ്പോൾ ഒരു വിമർശനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. സുനിൽ, ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറിക്ക് വി ഡി സതീശനോടുള്ള നിലപാട് എന്താ എന്നുള്ള നേരത്തെയും കണ്ടതാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ പ്രതികരണങ്ങൾ, തെരഞ്ഞെടുപ്പിന് ശേഷം അത് മയപ്പെടുത്തിയത്. പക്ഷേ മുഖ്യമന്ത്രിയായ ശേഷം കാണാൻ അനുമതി നൽകിയിട്ടില്ല. അത് ഒരു തവണയല്ല, 2 തവണ അനുമതി തേടി എന്നാണ് ഇപ്പോൾ സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭിന്നത അത് തുടരുന്നു, NSSും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഭിന്നത തുടരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, തീർച്ചയായും ആ ഭിന്നത കൂടുതൽ ശക്തമായി തുടരുന്നു എന്നതാണ്. ഇന്ന് സുകുമാരൻ നായരുടെ വാക്കുകൾ പരിശോധിച്ചാൽ അത് കൂടുതൽ ഷാർപ്പാണ്. കൂടുതൽ ഷാർപ്പായി തന്നെ വി ഡി സതീശനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ്. വി ഡി സതീശൻ അഹങ്കാരിയാണ് എന്ന തരത്തിലുള്ള പരാമർശം NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ നടത്തുമ്പോൾ ആ ഒരു വിടവ് വളരെ കൃത്യമാണ്. ഏതായാലും തെരഞ്ഞെടുപ്പിന് മുൻപൊക്കെ തന്നെ സാമുദായിക നേതാക്കളുമായി ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന നിലപാട് വളരെ ശക്തമായി ഉന്നയിക്കുകയും അത് തെരഞ്ഞെടുപ്പിൽ അത് രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താനൊക്കെ തന്നെ വി ഡി സതീശൻ മുന്നോട്ട് പോയി. അതിനുശേഷം പക്ഷേ ആ നിലപാടിൽ അയവ് വരുത്തുകയും തിരങ്ങാൻ താൻ പോകില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്ന തരത്തിലൊക്കെ തന്നെ ആ പ്രസ്താവന മയപ്പെടുത്തിയിരുന്നു. പിന്നീടാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കാണാനൊക്കെ തന്നെ വി ഡി സതീശൻ ശ്രമിച്ചതായി ഇപ്പോൾ ഈ സുകുമാരൻ നായരുടെ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. അതായത് സമയം നൽകിയില്ല എന്ന് ജി സുകുമാരൻ നായർ വ്യക്തമാക്കുന്നു. മാത്രമല്ല, വി ഡി സതീശൻ അഹങ്കാരിയാണ് എന്നുകൂടി പറയുമ്പോൾ ആ വിടവ് വളരെ വലുതാണ്. വലിയൊരു ഏറ്റുമുട്ടലിലേക്ക് തന്നെ NSS സർക്കാരുമായി അല്ലെങ്കിൽ വി ഡി സതീശനുമായി പോകുന്നുവെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന അദ്ദേഹത്തിൽ നിന്ന് വരുന്നത്, വി ഡി സതീശൻ വിചാരിച്ചാൽ NSSനെ ഒന്നും ചെയ്യാനാകില്ല, പക്ഷേ NSS വിചാരിച്ചാൽ വി ഡി സതീശനെതിരെ പലതും ചെയ്യാൻ കഴിയും എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. ശരി, NSS ബജറ്റ് അവതരണത്തിനിടയിലാണ് ജി സുകുമാരൻ നായർ ഈ പ്രതികരണം നടത്തിയത് എന്നുള്ളതാണ്. 2 തവണ അനുമതി തേടിയിട്ടും മുഖ്യമന്ത്രി NSS ജനറൽ സെക്രട്ടറിയെ കാണാൻ കൂട്ടാക്കിയില്ല എന്ന പ്രതികരണം അദ്ദേഹം NSS യോഗത്തിനകത്ത് പറഞ്ഞതാണ്.